കരിമലക്കോട്ടയിലേക്ക് ഒരു കുതിര കുതിച്ചു പായുകയാണ്. 2 ദിവസം മുന്നേ തുടങ്ങിയ യാത്ര. കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വലിയ വേലുണ്ട്. അതിൽ പുലിപ്പതാക പാറിക്കളിക്കുന്നു. അയാളുടെ മുഖത്ത് നല്ല ക്ഷീണം, കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. തമിഴകം വിട്ട ശേഷം വഴിയിലെങ്ങും വിശ്രമിച്ചിട്ടില്ല. പ്രത്യേക നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. വഴിയിൽ നിന്നും ഒന്നും കഴിക്കരുതെന്നും ആരോടും മിണ്ടരുതെന്നും. നാട്ടുകാരെ വിശ്വസിക്കാൻ പറ്റില്ല. ചോളപ്പടയോടുള്ള വിരോധത്തിൽ അവർ വിഷം കലർത്തി തന്നാലും അത്ഭുതപ്പെടാനില്ല. അയാൾ ഓർത്തു. കുതിര നിർത്താതെ പാഞ്ഞുകൊണ്ടേയിരുന്നു. അഴുതാ നദിക്കരയിലെത്തിയപ്പോൾ കുതിര നിന്നു. അയാൾ താഴെ ഇറങ്ങി. കുതിരയ്ക്കൊപ്പം അയാളും പുഴയിലെ വെള്ളം കുടിച്ചു. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. ഒന്ന് നടുനിവർത്തണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. ഇരുട്ട് വീഴും മുന്നേ കരിമല കയറണം. അയാൾ വീണ്ടും കുതിരപ്പുറത്തേറി. അത് തൻ്റെ യജമാനെയും കൊണ്ട് കുതിച്ചു. ഇനിയുള്ളത് കരിമല കയറ്റമാണ്. അതികഠിനമാണ് യാത്ര. ദുർഘടമായ കാട്ടുപാത. കുതിര നന്നെ കിതച്ചു. വായിൽ നിന്നും നുര വരുന്നു. ഇപ്പോൾ അത് മെല്ലെയാണ് നീങ്ങുന്നത്. ഒരു മരക്കൊമ്പിൽ നിന്നും അടുത്തതിലേക്ക് ചാടുന്ന മലയെണ്ണാൻ അവരുടെ പോക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ വലിയ കൊടിമരം കണ്ടു. അതിൽ പാറിക്കളിക്കുന്ന പുലിയടയാളം. അയാൾക്ക് സമാധാനമായി. മുഖം തെളിഞ്ഞു. കോട്ടയിലെ കാവൽക്കാർ അയാളെ തടഞ്ഞില്ല. വേലിലെ പുലിപ്പതാക ധാരാളമാണല്ലോ. അയാൾ കുതിരയെ കാവൽക്കാരെ ഏൽപ്പിച്ചു. അവരിൽ ഒരുത്തനോട് ചെവിയിൽ എന്തോ പറഞ്ഞു. അവൻ വേഗം അകത്തേക്ക് ഓടി. അല്പസമയം കഴിഞ്ഞ് അവൻ പുറത്തു വന്ന് ആഗതനെയും കൂട്ടി അകത്തേക്ക് പോയി. കോട്ടയുടെ ഉള്ളിൽ നിരവധി കുടിലുകൾ, ഭംഗിയായി കെട്ടിയൊരുക്കിയവ. ഓലയും ചിലതിലൊക്കെ പുല്ലും മേഞ്ഞിട്ടുണ്ട്. ഒരു കുടിലിന് മുന്നിൽ അയാൾ കാത്തുനിന്നു. വാതിൽ തുറന്ന് ആചാനുബാഹുവായ ഒരാൾ പുറത്തിറങ്ങി. ഉദയൻ. അയാളെ കണ്ടതും ആഗതൻ വിനീതനായി തലകുനിച്ചു. കയ്യിലെ സന്ദേശം കൈമാറി. അയാളത് വായിച്ചു. നെഞ്ചിൽ കൈവച്ചു. കടവുളെ. അയാൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ചക്രവർത്തി അരുൾമൊഴിത്തേവർ മന്നോർ മന്നൻ പെരുവുടയാർ രാജരാജ ചോളൻ അവർ കൈലാസത്തിൽ വിലയം പ്രാപിച്ചുവെന്ന് ഉദയന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആഗതനെ നോക്കി. എന്താ സംഭവിച്ചത്? ആഗതൻ ഭയത്തോടെ ചുണ്ടിൽ കൈവച്ചു. ഒരിക്കലും ചോദിക്കാനോ പറയാനോ പാടില്ല എന്ന്. കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഉദയന് മനസ്സിലായി. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പിടികിട്ടുന്നില്ല. അനന്തരാവകാശി ആരാധിക? ഉദയൻ അല്പം ആശങ്കയോടെ ചോദിച്ചു. ത്രിഭുവന മാദേവിയാർ മകൻ പരകേസരി മുമ്മുടി രാജേന്ദ്ര ചോളൻ അവർ നാടുവാഴും. വാഴിക്കൽ ചടങ്ങുകൾ ഉടൻ നടക്കും. സതയൻ നാളിൽ വാഴിക്കൽ വേണമെന്നാണ് ഉത്തരവ്. സതയ നാൾവിഴയ്ക്ക് ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ. അയ്യ, ഉടൻ പുറപ്പെടണം. കാര്യങ്ങൾ പന്തിയല്ല എന്നറിയാമല്ലോ. മന്നോർമനനെ പോലെ അല്ല ഇളവരശൻ. അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്ന ചോളപ്പടയെ തിരികെ വിളിക്കാനും പദ്ധതിയുണ്ട്. അപ്പോൾ കരിമല വിട്ട് നമ്മൾ മടങ്ങേണ്ടി വരുമോ? വേണ്ടി വന്നേക്കാം. ഈ കാട്ടിൽ കിടന്ന് അധ്വാനം പാഴാക്കേണ്ട കാര്യമെന്ത്? പിടിച്ചെടുക്കാൻ 100 വലിയ സാമ്രാജ്യങ്ങൾ വേറെ ഉണ്ടല്ലോ. ശരി, അധികൻ വിശ്രമിക്കേ. വേണ്ടത് ചെയ്യാം. അധികൻ പുറത്തുപോയി. ഉദയൻ ആകെ അസ്വസ്ഥനായി. 5000 ചോളപ്പടയെയും കൂട്ടി വന്നതാണ്. ഇന്ന് 18 മലകളിൽ ഒട്ടുമിക്കതും പിടിച്ചു. ഏതു നേരവും പന്തളവും പെരുമ്പടപ്പുമൊക്കെ കാൽക്കീഴിൽ നിർത്താനുള്ള ത്രാണിയുണ്ട്. ചക്രവർത്തിക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആനക്കൊമ്പും ചന്ദനത്തടിയും കുരുമുളകുമൊക്കെ ഇടയ്ക്കിടെ കാഴ്ചദ്രവ്യങ്ങളായി പോകുന്നത് കൊണ്ട് മൗനാനുവാദം തരുന്നുവെന്ന് മാത്രം. നാട്ടുകാരെയും കാട്ടിലെ മലയരയന്മാരെയും വിറപ്പിച്ചു നിർത്തുന്നതൊന്നും തഞ്ചാവൂരിലെ രാജസ്ഥാനത്തിന് അറിയില്ല. ഇവിടെ ഈ കരിമലക്കോട്ടയിൽ മുടിചൂടാമന്നനായി കാലം കഴിക്കുകയായിരുന്നു ഇത്ര നാളും. അതിനിടയിലാണ് ചക്രവർത്തിയുടെ പോക്ക്. ഇളവരശൻ രാജേന്ദ്ര ചോളന്റെ നോട്ടം എക്കാലവും വടക്കോട്ടാണ്. ഗംഗാതടത്തേക്ക് പോയ സൈനികരെ ഇതുവരെ തിരികെ വിളിപ്പിച്ചിട്ടില്ല. ഇനി ഗംഗാതലം മുഴുവൻ പിടിച്ചെടുക്കാനാകും അയാളുടെ ശ്രമം. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സൈനിക വ്യൂഹത്തിൻ്റെ പകുതിയെങ്കിലും തിരികെ വിളിപ്പിക്കും. ഉദയൻ ആകെ ആദി കയറി. അയ്യാ, വണക്കം. അയാൾ ചിന്തകളിൽ നിന്നും ഉണർന്നു. മുത്തുപ്പാണ്ടിയാണ്, ഉദയൻ്റെ ചാരൻ. എന്താ മുത്തു, പുതിയ വാർത്ത? അയ്യാ, മലയരയ തലവൻ കണ്ടൻ്റെ മകൻ അയ്യപ്പൻ നാട്ടിലെ കളരിയിൽ ചേർന്നു. പന്തളം മന്നൻ അവിടെയും കളരികൾ തുടങ്ങി. ഉള്ളാളന്മാരും മലയരയന്മാരും വാൾപ്പയറ്റ് പരിശീലനം തുടങ്ങി. ഉദയൻ പല്ലി ഞെരിച്ചു. എത്ര തവണ പറഞ്ഞതാണ് അമ്പലമേട് പിടിക്കാൻ? എല്ലാവർക്കും പേടി. ഒരു കിഴവൻ പറഞ്ഞത് കേട്ട് പേടിച്ചിരിക്കുകയാണ് വലിയ ചോളപ്പട. ഇനിയിപ്പോൾ എന്താവുമെന്ന് ആര് കണ്ടു? നീ പൊക്കോ. നാളെ തഞ്ചാവൂർക്ക് പുറപ്പെടണം. 200 കുതിരപ്പടയോട് ഒരുങ്ങാൻ പറയും.
മൂന്നാം പക്കം തഞ്ചാവൂർ എത്തണം. വഴിയിൽ കഴിക്കാനുള്ളതൊക്കെ കരുതാനും പറയണം. മുത്തുപ്പാണ്ടി മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഉദയനും 200 ചോളന്മാരും യാത്രയ്ക്ക് തയ്യാറായി. അധികൻ അതിരാവിലെ തന്നെ യാത്ര തിരിച്ചിരുന്നു. ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടും അയാൾ സമ്മതിച്ചില്ല. പെരുമ്പാറ്റകൾ മലയിറങ്ങി വരുന്നത് കണ്ട് പ്രദേശവാസികൾ പേടിച്ച് കുടിക്കുള്ളിൽ ഒളിച്ചു. എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയില്ലല്ലോ. പെരുമ്പാറ്റ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ഇഞ്ചിപ്പാറക്കോട്ട പിന്നിടുമ്പോൾ വഴിയിൽ അധികൻ്റെ കുതിര ചത്തു കിടക്കുന്നു. അയാൾ പെട്ടെന്ന് നിന്നു. ഉദയൻ കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി. വയറിലൂടെ തുളച്ചു കയറിയ കുന്തം. അയാൾ അധികനെ അവിടെ ഒക്കെ നോക്കി. കാണാനില്ല. പടയാളികൾ കുറച്ചുപേർ ചുറ്റുപാടും തിരഞ്ഞു. സമയം പാഴാക്കാനുമില്ല. ഉദയൻ യാത്ര തുടരാൻ ആജ്ഞ നൽകി. അപ്പോഴും അയാളുടെ മനസ്സിൽ അധികൻ്റെ തിരോധാനം ഒരു ചോദ്യചിഹ്നമായി നിന്നു. രാജസ്ഥാനത്ത് നിന്നും അന്വേഷണം വന്നാൽ അധികനെ പുലി പിടിച്ചു എന്ന് പറയുന്നതാകും നല്ലത്. തൻ്റെ സാമ്രാജ്യത്തിൽ ആരോ അതിക്രമിച്ചു കയറിയെന്നും ചോളരാജ്യത്തെ ദൂതനെ പിടിച്ചുകൊണ്ടുപോയി എന്നും ഒക്കെ അറിയുന്നത് വലിയ ക്ഷീണമാണ്. പലരോടും സമാധാനം പറയേണ്ടി വരുമെന്ന് അയാൾ ഓർത്തു. ഈ സമയം അധികൻ്റെ മൃതദേഹം കാളകെട്ടിയിലെ പാറക്കൂട്ടത്തിനിടയിൽ കിടക്കുകയായിരുന്നു. അയാളുടെ ദേഹത്ത് മുഴുവൻ മുറിവുകൾ. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും ഭാണ്ഡവും ഒന്നും കാണാനില്ല. മുഖത്ത് എന്തോ അടയാളം ചാപ്പ കുത്തിയിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ അതൊരു ജീവിയുടെ മുഖമാണെന്ന് കാണാം. ഏതാണ്ട് എരുമയുടെ മുഖം പോലെ.